നമസ്കാരം. മനുഷ്യനെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ കൊന്നൊടുക്കാൻ നടപടി വേണമെന്ന് മുൻ മന്ത്രിയും CPM നേതാവുമായ M. മണി. കഴിഞ്ഞ ദിവസം കാന്തല്ലൂർ ചുരക്കുളത്ത് ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട മുരുകന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇറങ്ങി നടക്കരുത്. ഒരു സംഘടിത പ്രശ്നവും ജനകീയ പ്രശ്നവും ഇനിയും വരും വയ്യാവേലി. ആന ഇറങ്ങുന്നതിനൊക്കെ പ്രതിനിധിക്കുന്നത് ഫോറസ്റ്റുകാരില്ലേ, പോലീസോ? 3.25 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ട് ആ ഹാങ്ങിങ് ഫെൻസിന് വേണ്ടിയിട്ടുള്ള നടപടി ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അത് പകുതിയിൽ കിടക്കുകയാണ്. അതുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഈ പ്രശ്നം പകുതി പരിഹരിക്കപ്പെടും. അപ്പോൾ അതൊക്കെ വളരെ ഉത്തരവാദിത്തക്കുറവാണ്. സർക്കാർ ചെയ്യുന്ന പരിപാടി ഉദ്യോഗസ്ഥന്മാർ ചുമ്മാ അട്ടിമറി. പിന്നെ ഇത്രയും പ്രശ്നം ഇപ്പോൾ DF വന്നിട്ടുണ്ട്. ആ ആള് വന്ന പിന്നെയാണ് ഇവിടെ ഇത്രയും പ്രശ്നം. നീ എന്നെ ആക്രമിച്ചാൽ നിന്നെ ഞാൻ കൊല്ലുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എനിക്ക് ജീവിക്കണ്ടേ? പിന്നെ വേണ്ട. പിന്നെ അതിന് കേസല്ലേ, അത് കോടതിയിൽ പറയണമല്ലോ, തെളിയിക്കണമല്ലോ ഞാൻ നിന്നെ കൊന്നു. ആളുകൾ കയറിയിട്ട് എത്രയോ പതിറ്റാണ്ടായതാ, ഇന്നും ആനയുടെ ചെല്ലുക. ആൾക്കാരുടെ പറയാതെ അങ്ങനെ തന്നെ അവർ ആരോടും പറയാതെ അങ്ങനെ തന്നെ ആന ഓടിക്കാൻ നേരത്തെ ഒരു മുന്നറിയിപ്പ് കൊടുക്കാതെ ഓടിക്കുക. എങ്ങോട്ട് പോകാനോ? അപ്പം പിന്നെ എന്താ വഴി? നമ്മുടെ ജീവിതത്തിന് തടസ്സം വരുന്നതിനെ നേരിടുകയല്ല, വേറെ വഴിയില്ല. കൊല്ലേണ്ടതിനെ കൊല്ലണം. സംഘടിതമായി ആളുകളുടെ സമിതിയെല്ലാം ഉണ്ടാക്കി കാട്ടാന വന്നാൽ നേരിടണം. കാട്ടാന വന്നാൽ കൊല്ലുക തന്നെ ചെയ്യണം. അതിന് ദാക്ഷിണ്യം വിചാരിക്കേണ്ട, അല്ലേ അത് നമ്മളെ കൊല്ലും. സുരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനെ പോലും നേരിടാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട്. അപ്പം പിന്നെ മൃഗത്തിൻ്റെ കാര്യം പറയാനുണ്ടോ? രക്ഷയ്ക്ക് വേണ്ടിയുണ്ടല്ലോ. ഏത് മാർഗം സ്വീകരിക്കണേലും സ്വീകരിക്കണം. അതിനെതിരെ വരുന്ന ഏത് സംവിധാനത്തെയും ചെറുക്കുക, അല്ലാതെ വേറെ പോംവഴിയില്ല. സാരോപദേശം നടത്തിയിട്ട് കാര്യമുണ്ടോ? കാട്ടാനോട് മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കാം. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നമുക്ക് നോക്കാം. ആനയുടെ ശല്യവും കാട്ടുമൃഗങ്ങളുടെ ശല്യമാണ്. അതിനെ നേരിടാനുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കണം, നടപടി സ്വീകരിക്കണം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരുമാണ് നടപടി എടുക്കേണ്ടത്. ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമാണ്. 2, ജനങ്ങൾക്ക് കാട്ടുമൃഗങ്ങളുടെ ശല്യമാണ്. അതിനെ നേരിടാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അതിനെ നേരിടുകയാണ് ചെയ്യണം. ഒരു വഴിയില്ലാത്ത കാട്ടുമൃഗത്തെ അയാളെ കൊല്ലണമെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ഇതിങ്ങനെ തന്നെ അങ്ങ് കൊടുത്തേരെ, ഞാൻ പറഞ്ഞു. അല്ലെ പിന്നെ ദാക്ഷിണ്യം കാട്ടുമൃഗത്തിനെ ഉപദേശിച്ചിട്ട് കാര്യമുണ്ടോ? മനുഷ്യനെ ഉപദേശിക്കാം. ആനയെ ഉപദേശിച്ചാൽ നിൽക്കുമോ? കാട്ടുപോത്തിനെ ഉപദേശിച്ചാൽ നിൽക്കുമോ? കടുവായെ ഉപദേശിച്ചാൽ നിൽക്കുമോ? നേരിടുകയല്ലാണ്ട് തന്നെ. എടോ, മനുഷ്യൻ തങ്ങളിൽ പോരുവാണേലും നിങ്ങൾ എന്നെ ആക്രമിക്കുകയാണെങ്കിൽ എൻ്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ നേരിടാനുള്ള അവകാശം എനിക്കുണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അവകാശമുണ്ട്. ഇത് ഇവർ പിടിക്കുന്നോണ്ടാ, അല്ല ഇത് കൂടുതൽ ഞാൻ പറഞ്ഞേനു. ഇപ്പോഴത്തെ സംരക്ഷണ പ്രവർത്തനങ്ങൾ പോരാന്ന അഭിപ്രായമുണ്ടോ? നിശ്ചയമായും പോരാ, അല്ല ഇങ്ങനെ വരില്ലല്ലോ. ഇവിടെ ഫോറസ്റ്റുകാരും പോലീസ് സംവിധാനവും റവന്യൂ സംവിധാനവും ശക്തിപ്പെടുത്തണം. കാട്ടുമൃഗങ്ങളുടെ ശല്യം ആന വരുന്നതെന്ന് വരെ അവരെ ഓടിക്കാനും അതിനുള്ള സംരക്ഷണം. ഇത് വരാതിരിക്കാനുള്ള വല്ല വഴിയുണ്ടോ എന്ന് നോക്കണം. എനിക്ക് ഇവിടുത്തെ ഭൂമിയുടെ കിടപ്പെല്ലാം അറിയാൻ മേല. ചിലയിടത്ത് ആനയുടെ ശല്യം വനത്തിൽ നിന്നാണ് ഇങ്ങനെ ഇറങ്ങുന്നെങ്കിൽ റേഞ്ചൊക്കെ തീർത്തെന്നാൽ വരാതിരിക്കാനൊക്കെ തടയാം. പക്ഷേ ഇവിടെ അതൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. ഇവിടെ എല്ലാം തെളിഞ്ഞു പോയില്ലേ. പക്ഷേ നാട് ഫെൻസിങ് ഇല്ലേ, ഫെൻസിങ് ഇടാം. താഴെ മുഴുവൻ വനമല്ലേ. പിന്നെ അങ്ങോട്ട് തമിഴ്നാടിന് പോകുന്ന വഴി മുഴുവൻ വനമല്ലേ. അപ്പോൾ അതിന് വേറെ കാര്യമൊന്നുമില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ റവന്യൂ ഉദ്യോഗസ്ഥന്മാരോ പോലീസ് ഉദ്യോഗസ്ഥന്മാരോ ഈ കാര്യത്തിൽ പിശുക്ക് കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു സഹോദരന് ആന കൊന്നു, ആ കുടുംബത്തെ സഹായിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നേരിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ദാക്ഷിണ്യം കാണിക്കേണ്ട കാര്യമില്ല. ജനങ്ങളെയാണ് നിരത്തി ചെറുക്കുക തന്നെ ചെയ്യണം. അല്ല പിന്നെ ആ കാട്ടാന കൊന്നതിന് കാശ് കൊടുക്കുന്ന ഗവൺമെൻറ്റില്ലേ? ഇവിടുത്തെ DFOയോ പിന്നെ റേഞ്ച് ഓഫീസറോ അല്ലെ ഏതെങ്കിലും റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ തണ്ട കണ്ടവയല്ലല്ലോ. ഗവൺമെൻറ്റിൻ്റെ പൈസയല്ലേ, നികുതി പൈസയല്ലേ പൗരന്മാരെ കൊല്ലുമ്പം അവർക്ക് സംരക്ഷണ കുടുംബത്ത് കൊടുക്കുന്നത്. അത് കൊടുക്കണം. അത് കൊടുക്കുന്നില്ലെങ്കിൽ അതിന് എതിരെ നിലപാടെടുക്കുക തന്നെ ചെയ്യണം. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.